ഡാ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. അപ്പൊ എല്ലായിടത്തും പറഞ്ഞ പോലെ 8 മണിക്ക് ഇവിടെ എത്തിക്കോളാൻ പറയണം. എനിക്ക് തിരിച്ച് 9 മണിക്ക് ഇവിടെ എത്താനുള്ള കറക്റ്റ് സമയത്തിന്. ഓക്കെ പൊളി പൊളി. ഓക്കെ ഇവിടെ പോണെന്ന് അല്ല, ഇന്നേ വൈകുന്നേരം നമ്മുടെ ടീമിലുള്ള പലർക്കും സമയമില്ല കളിക്കാൻ. അപ്പൊ ഞങ്ങളൊക്കെ എല്ലാവർക്കും കൂടി അഡ്ജസ്റ്റ് ചെയ്തൊരു ടൈം കണ്ടുപിടിച്ചു. ഇന്ന് രാവിലെ കളിക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ 8 മണിക്ക് അവിടെ പോയി കളി ഇതാക്കാലോ. അപ്പൊ ഓഫീസിൽ പോണില്ലേ? ഓഫീസിൽ പോകണം. എടി ഇവിടെ നിന്ന് ഇപ്പൊ ഇറങ്ങി 8 മണി ആവണല്ലോ. അവിടെ 8 മണിക്ക് എത്തി, 1 മണിക്കൂർ കളിച്ച് തിരിച്ചെത്തുമ്പോഴേക്കും 9 മണി, കുളിച്ചിറങ്ങുമ്പോഴേക്കും 9:30, ഓഫീസ് എത്തുമ്പോ 10 മണി. എപ്പടി ഒരെപ്പടിയില്ല. കറക്റ്റ് ടൈമിന് 10 മണിക്ക് ഓഫീസിലെത്തിക്കോണം. നീ ഇപ്പൊ പറഞ്ഞ ടൈം കാൽക്കുലേഷൻ ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും കറക്റ്റ് ആവാൻ പോണില്ല. മര്യാദക്ക് ഓഫീസിൽ പോയിക്കോ. പോവാന്ന് മുടിയാ. എനിക്കൊന്നേ പറയാനുള്ളൂ, കളിച്ചോ, പക്ഷെ ജീവിതം വെച്ച് കളിക്കരുത്. അത് ചുമ്മാ ഏരിയ ആയിട്ടില്ല, ഒന്ന് പോവാച്ചൊന്ന്. ചേട്ടാ എന്നോട് കൊണ്ടുപോയി കളിക്കേ? അതൊന്നും പറ്റൊന്നുമില്ല. എന്തോ നമ്മ പറയാമോ എന്നോട് കൊണ്ടുപോകാൻ? എടാ നിന്റെ ടീഷർട്ടും ഇതുണ്ടാ? ടീഷർട്ടും ഷോർട്സും ഒക്കെ ഉണ്ട്. ഷോർട്സ് ഒക്കെ ഉണ്ട്. ഷൂ ഉണ്ടാ? ഷൂ ഉണ്ട്. ഷൂ സ്കൂൾ ഷൂ ഒന്നും പറ്റൂല. നല്ല ഫുട്ബോൾ, നല്ല പിള്ളേരുടെ ഓടി കളിക്കാൻ പറ്റണം. ഫുട്ബോൾ ഷൂ വേണം. സ്പോർട്സ് ഷൂ ആണോ അത്? കയ്യിരിക്കണ സ്പോർട്സ് ഷൂ ആണോ? അല്ലല്ല ചേട്ടാ ഇവനെ കൂടെ കൊണ്ടുപോയേട്ടാ. വരെ പുസ്തകപ്പുഴയായിട്ട് വരുവാണ്. ശരീരമൊക്കെ ഒന്ന് അനങ്ങട്ട ചെക്കൻ്റെ. അതല്ലടി, ഓൾറെഡി അവിടെ ഉള്ളവരൊക്കെ എന്റെ കളി കണ്ട് അമ്പരം നിൽക്കുകയാണ്. എന്റെ ഇടയിൽ ഇവൻ വന്നിട്ട് പുഴു കളി കളിച്ചു കഴിഞ്ഞാൽ എനിക്കല്ലേ നാണക്കേടാവുണ്ടാ? അത് എനിക്ക് നാണക്കേടാണ്. ഒന്ന് പോടാ അവിടെ നിന്ന്. മെസ്സിയും എംബാപ്പയും റൊണാൾഡോയും നെയ്മറും ഒക്കെ പങ്കെടുക്കുന്ന കളിയല്ലേ. പോടാ, നീ പോയി കളിക്കണേ കളിക്ക്. നിന്നെ പോലെയുള്ള വാണാലിയിലല്ലേ കളിക്കണേ, കൂടെ ഒരു പരമ വാണാലി, അത്രേ ഉള്ളൂ. അമ്മ നിന്നെ തന്നെ അച്ഛന്തോച്ചാ കേശു, നീ തൽക്കാലം പോണ്ട. എടാ നിനക്ക് ഒന്നാമത് ബോൾ കൺട്രോൾ ഇല്ല, പിന്നെ ബോഡി കൺട്രോൾ ഇല്ല. ഒന്നിനും നിനക്ക് സെൽഫ് കൺട്രോളിന് വേണ്ടടാ. അതാണ് സെൽഫ് കൺട്രോളും ഇല്ല. അപ്പൊ എന്റെ പൊന്നു മകളെ കളിക്കാൻ പോണ്ട. അച്ഛൻ എന്നെ ഒന്ന് കളിക്കാൻ വിട്ടു, അപ്പൊ ഞാൻ കാണിച്ചു തരാം. അപ്പൊ മൂക്ക് പിടിച്ച് മണ്ണ് നിന്നിട്ട് വരും, അത്രേ ഉള്ളൂ. അച്ഛാ അത് മാത്രമല്ല, ഇവൻ അവിടെ വന്ന് ഇവന്റെ അറിവ് വിളമ്പാൻ തുടങ്ങും. ഫുട്ബോൾ ഹിസ്റ്ററി, നിയമങ്ങള്, അവരതും പറഞ്ഞായിരിക്കും എന്നെ കളിയാക്കണം. അതുകൊണ്ടാ, വേറെ ഒന്നുമില്ല. കേശുവിന്റെ വാ അപകടം ചെയ്യും. ലൂസ് ടോക്ക്. പിന്നെ മിക്കവാറും ഈ അടുത്ത് വേറെ ടീമായിട്ട് ഒരു ഒഫീഷ്യൽ മാച്ച് ഒക്കെ വെക്കാൻ ചാൻസ് ഉണ്ട്. ചാൻസ് അല്ല, മിക്കവാറും വെക്കും. ആ സമയത്തേക്ക് ഇവനെ ഇറക്കാൻ പറ്റുമോ? സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പോലും ചിലപ്പോൾ നിർത്തില്ല. ഇവന് വിഷമം പോകുന്നത് അതുകൊണ്ടാ. വെറുതെ എന്തിനാണ് എന്റെ കൊച്ച് വേഷം കെട്ടി വന്ന് അവിടെ കളിപ്പിച്ചിറങ്ങി. ഞാൻ അങ്ങോട്ട് വരും. പിന്നെ ഫുട്ബോളല്ല അവിടെ കളിക്കുന്നത് എടാ. പിന്നെ ഒന്നാമത് ടീമൊക്കെ ഓൾറെഡി സെറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്നെ ടീം ക്യാപ്റ്റൻ ആക്കാനൊക്കെ ചിലപ്പോൾ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ തന്നെ ടീം ക്യാപ്റ്റൻ ആവും. അതിനൊപ്പം തന്നെ ഞങ്ങളുടെ ടീമിന്റെ പേര് ഫിക്സ് ചെയ്യേണ്ട ഡേറ്റ് ഉണ്ട്. ചേട്ടൻ വന്ന് കണ്ടു വെച്ചാ പേര്? ഫയർസിലോണ. ഫയർസിലോണ. ഫയർസിലോണ, ബാർസിലോണ എന്നല്ലേ? അത് അതിന്റെ ഒരു മിക്സർ. ബാർ എടുത്ത് മാറ്റിട്ട് ഫയർ, തീ. അല്ല, മെസ്സി, എംബാപ്പെ, ബാർസിലോണ, റൊണാൾഡോ, ഇതൊക്കെ നിനക്കതെങ്ങനെ അറിയാം? ഞാൻ ഈ നാട്ടിലൊന്നും അല്ലേ ജീവിക്കണേ. ഈ ബാർസിലോണ ക്ലബിന്റെ പേരാണേ. അറിയാം. അമ്മ കളി കഴിഞ്ഞ് വന്ന് ഫ്രഷ് ആവണം, എന്തെങ്കിലും കഴിച്ചിട്ട് അപ്പൊ തന്നെ ഇറങ്ങും. ഫുഡ് റെഡി ആക്കി വെച്ചോളൂ. ഓക്കെ? പിന്നെ എന്റെ മോൻ വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് വരുവാണല്ലോ, ഉണ്ടാക്കി വെച്ചേക്കാം. എന്നാ പിന്നെ പോടൂ. ഞാൻ പറഞ്ഞില്ല, നമ്മളോടെ ഇരുന്നോളാം. കേശു വേണമെങ്കിൽ പോയേട്ടാ. ഇവന്റെ കാര്യം കഷ്ടമുണ്ടാ. ഇവന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയണത്. ഇവൻ എങ്ങനെ അലുത്തും കെട്ടി വീണ് നല്ല പിള്ളേരൊക്കെ കാടം വെട്ടാണെന്നേ. ഇവന്റെ കാലൊക്കെ തെറിച്ചു പോവും. അതേടാ, നീ ഭയങ്കര കളിക്കാരൻ തന്നെ. നീ പോ, ചെല്ല്. എന്റെ കൊച്ചിനെ കളിക്കാൻ കൊണ്ടുപോയില്ലെങ്കിൽ നീ തോറ്റ് തൊപ്പിട്ട് ആ കപ്പിൽ നീ മുത്ത. എന്തോന്നുള്ളത് എന്തേട്ടാ നീ കളിക്കാൻ വരണ്ടാ? എന്നാ പോയി ഡ്രസ് ഇട്ടിട്ട് പെട്ടെന്നാ. ഓക്കെ. അവനെ സൂക്ഷിക്കണേ. എന്ത് ഞാൻ ഉള്ളാപ്പുള്ള കുഞ്ഞാവയല്ലേ സൂക്ഷിക്കണം? അതല്ല, അവനെ സൂക്ഷിക്കണം. അപ്പൊ എപ്പൊക്കെ റെക്കോർഡിംഗ് പറയാൻ പറ്റില്ല. ക്യാഷ് നീ വരണി വേണേ, സമയായി. അപ്പൊ പോയിട്ടോ. സ്പിരിറ്റ് ഉണ്ടോ? ആ ഫ്രണ്ടിൽ നിന്ന് ബോൾ എടുത്ത് മാറ്റി. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. മാഡം, ക്ലാസ് എടുക്കരുത് കേട്ടാ. എനിക്കറിയാൻ ചെയ്യാനായിട്ട്. ഇത് ചെയ്യാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. മിണ്ടാതെ നിൽക്കാനാണെങ്കിൽ ഇടുന്നോ, അല്ലെങ്കിൽ കയറിപ്പോ. ഞാൻ പറഞ്ഞു മിണ്ടാതെ നിൽക്കാനാണെങ്കിൽ നിന്നോട്ടോ, ഇല്ലെങ്കിൽ എന്റെ മേടിക്കും.
ഫുട്ബോൾ. ഹേ ബോളൊക്കെ കൊണ്ടൊക്കെ നിൽക്കണ്. കളി കഴിഞ്ഞാ? ഏ? കളി കഴിഞ്ഞാന്ന്? ആന്ന് ഇന്ന് ഞങ്ങളുടെ ടീം തന്നെ ജയിച്ച്. ഏ ഈ പൊട്ടൻ ഒരു 5 ഗോൾ ഇങ്ങനെ അടിക്കായിരുന്നു. എത്ര ഗോള്? 5 ഗോള് ഗോളാ? മര്യാദക്ക് പാസ് ഇട്ട് കൊടുത്താ എല്ലാം പുറത്തെടുത്ത കളഞ്ഞ് പൊട്ടൻ. ഈ പറയുന്ന ആള് ഒരു ഗോള് പോലും അടിച്ചില്ലല്ലോ. പിന്നെ ഞാൻ അടിച്ച്. എന്റെ ട്രിബിളിംഗ് ഉണ്ടല്ലോ, ട്രിബിളിംഗ് കണ്ടപ്പോ തന്നെ അവർക്ക് മനസ്സിലായി. ഡ്രിബിളിംഗ് മൊത്തം ട്രബിളാണ്, ശരിയാക്കി എടുക്കാനുണ്ട്. ഏ. ഞാനേ ആ. ഗോൾ അടിച്ചില്ലെങ്കിലടാ പൊട്ട ആ. മൊത്തം ഞാനല്ലടാ അസിസ്റ്റ് ചെയ്തേ. അസിസ്റ്റ് ചെയ്ത് ഭയങ്കര അസിസ്റ്റന്റ് ആയിരുന്നു കേട്ടോ. എടാ ഈ ബോൾ നീ എടുക്കാൻ വന്നേ. ഞാൻ ഒരു പറ്റുമോ? പറ്റില്ല. ഞാൻ ഒരു ഗോളെങ്കിലും അടിച്ചില്ല. എടുക്കാം, എടുക്കാം. ഞാൻ ഒരു ഗോൾ നടാ, കണ്ടാ, നടാ. പറ്റില്ല. പിന്നെയും നടാ. സ്റ്റാമിനോടെ ഇപ്പൊ കളിച്ച് വന്നല്ലേ ഉള്ളൂ. അച്ഛാ ഇതേത് ബോളടേ? ഇതേത് ബോള്? അവിടുത്തെ നമ്മുടെ അമലിന്റെ ബോള്. ഓ അച്ഛാ അവരുടെ ടീം തോറ്റ് കേട്ടാ. ബോള് ആര്? അമലേട്ടന്റെ ടീം തോറ്റ്. ആ നമ്മളൊരു ഗോൾ അടിച്ച്, ഞങ്ങൾ 2 ഗോൾ അടിച്ച്, ഞാൻ ഒരു ഗോൾ അടിച്ച്, ചേട്ടൻ ഒന്നും അടിച്ചില്ല. ചേട്ടാ നന്നായിട്ട് അസിസ്റ്റ് ചെയ്ത്. പിന്നെ ഞാനാ ഗോള് പാസ് ചെയ്തത്. ലോങ് ഷോട്ട് ആയിരുന്നില്ലേ? പിന്നെ ഭയങ്കര ലോങ് ഷോട്ട്. എടാ ജസ്റ്റ് അവൻ കാല് വെച്ചു കൊടുത്തത്. ഇവിടെ നിന്ന് അടിയായിരുന്നു. എടാ കേശു എങ്ങനെ കളിച്ചാ? കേശു കളിച്ചാന്നാ ഞാൻ ഇറങ്ങിയപ്പോ തന്നെ അവർക്ക് മനസ്സിലായില്ലേ ഞാൻ കുറച്ച് കുഴപ്പക്കാരനാണെന്ന്. 3 പേരെ എന്നെ റൗണ്ട് ചെയ്തിട്ട്. അവിടത്തെ കളി കഴിഞ്ഞ് പിന്നെ ഇവിടെ കളിക്കാൻ തുടങ്ങിയ പഠിക്കുന്നു വേണ്ട നിനക്ക്? അതൊക്കെ നമുക്ക് പഠിക്കാം. മകളെ അച്ഛൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ ബോൾ കൊണ്ട് പോകുമ്പോണ്ടല്ലോ ആരെയും നോക്കരുത്. എന്നാ ഒരു കണ്ണ് ചുറ്റും വേണമെന്ന് താനും. നമ്മൾ ഡ്രിബിൾ ചെയ്യുമ്പോഴോ പാസ് കൊടുക്കുമ്പോഴോ നമ്മൾ ഷോട്ട് ചെയ്യുമ്പോഴോ ആരും അറിയരുത്. ആരും അറിയരുതെന്നാ? ബാക്കിയുള്ള ആൾക്കാരൊന്നും കളിക്കാൻ നിൽക്കണല്ലേ? എവിടെ പോകാൻ പാടില്ല. എവിടെ ഫുട്ബോൾ അറിയുന്നതിന് പടവലെന്ന് തിരിച്ചറിയാം നമുക്ക്. പാടി പറഞ്ഞു നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നേരത്ത് പണ്ട് നെയ്യാറ്റി ഇങ്ങനെ ടൂർണമെന്റ് നടക്കണ കാലം. അന്ന് ഞാൻ അനശ്വര ടീമിന് വേണ്ടി കളിക്കല്ലേടാ. എന്റെ കളി കാണാൻ വേണ്ടി നാനാഭാഗത്ത് ആൾക്കാർ ഈ ട്രക്കും പിടിച്ച് വന്നു. നെയ്യാറ്റിക്ക് ഇരുന്ന് ബാറ്റ് അടുത്ത് പ്രാച്ചമ്പലിൽ നിന്നൊക്കെ. അത് എണ്ണം പറഞ്ഞ ടീമുകളാണ് എതിര്. അച്ഛന്റെ ബോൾ ഇട്ട് കഴിഞ്ഞാൽ അറിയാല്ലേ നേരെ ഗോൾ പോസ്റ്റാണ്. എടുത്ത് റൈറ്റ് എനിക്ക് സത്യനും പലതും പാപ്പച്ചനുമായിരുന്നു. ആര്? സത്യനും? എടാ ബാറ്റിന്റെ അടുത്തുള്ള സത്യനും നമ്മളെ ഗീഴാങ്കോണത്തുള്ള പാപ്പച്ചനും. ഞാനാണ് സെന്റർ ഫോർവേഡ് കളിച്ചത്. ഞാനല്ലേ എന്റെ ഗോൾ ഈ ഒരു റെഡ് കാർഡ് കാണിച്ച് പുറത്താക്കട്ടെ. അവളെ പുറത്താക്കട്ടെ. 3 വേൾഡ് കപ്പ് അടുപ്പിച്ച് കളിപ്പിക്കുക കേട്ടാ. ഒരു കാര്യം പറഞ്ഞു തുടങ്ങിയപ്പോ കേട്ടാ അവൻ ശ്രദ്ധിക്കാത്ത നമ്പർ കളിക്കണണ്ടാ. തള്ളാനല്ലേ പറഞ്ഞോളൂ. തള്ളാനാ? കേശു ഇവിടെ കളിക്കും. പ്രാക്ടീസ് ചെയ്യാം. ഇതോട് ചേച്ചാ ചേട്ടാ ഞാനും ഉണ്ട്. അന്നോ ഞാനുണ്ട്. എന്നാ പടമങ്ങളെ അടുത്തോട് പാടാ. മകളെ മുടിയാ ഞങ്ങൾ കളിക്കട്ടാ. അത് വേണ്ട അച്ഛാ. എടാ എന്റെ പ്രായം നോക്കട്ടെ. കളി ഉണ്ടാവേ. അച്ഛൻ കേറി പോയാ ചാച്ചൻ കളിക്കൊന്നും വേണ്ട. ഓ മിണ്ടാരി യോമാർ ടൂർണമെന്റ് പോകുമ്പോ ഇങ്ങനെ ഊപ്പ കളിയെന്ന് കളിച്ചാൽ പോരാ. പല ട്രിക്കുകൾ പറഞ്ഞു കൊടുക്കണം. ട്രിക്കിള് നിങ്ങൾ പറഞ്ഞു കൊടുക്കാനാ? ഇത് ആളെ വടിയാക്കണ പരിപാടിയൊന്നുമല്ല, ഇത് ഫുട്ബോളാണ്. നീ കയറിപ്പോ പാടി പാടി. ഇപ്പോഴത്തെ സ്ഥിതിക്ക് നിങ്ങൾ കയറിപ്പോണതാ നല്ലത്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് വെച്ചാൽ ഞാൻ സ്ഥിതിയടി. അച്ഛൻ എപ്പോ ഒന്നും അലമ്പാള്ള ചാച്ചൻ കേറിപ്പോ ഞങ്ങൾ കളിക്കട്ടെ. എല്ലാത്തിന്റെ ഇടയിലും നിങ്ങൾ അച്ഛനൊരു രസം കൊല്ലിയാണ്ടാ. അച്ഛൻ പോയി കണക്ക് നോക്കച്ചാ. ആരേ നീ വരും കേട്ടാനത്. നിങ്ങൾ കളിച്ചോ, ഞാൻ ഇവിടെ ഉണ്ടാകുന്നോളാം. അതാണ് അതിന്റെ ശരി. അതാണ് അതിന്റെ ശരിയല്ലേ? അത് തന്നെ ശരിയാടാ. അച്ഛാ എന്തോന്ന് വരും ഇത്? റൊണാൾഡോ. അയ്യായിരം റൊണാൾഡോ ഇങ്ങനെ അല്ലല്ലോ കൂണത്. ബാലുഡോ. അച്ഛാ മര്യാദയ്ക്ക് ബോൾ എടുത്തു കളിയടാ. പോയി എടിയിടോ. താൻ പാടോ.